ഞങ്ങളുടെ പുതിയ ട്രാവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്തേ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്ത്. ഹായ് ഗായ്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് രാജി. ഞാനൊരു ട്രാവൽ വ്ളോഗറാണ്. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള രാജ്യങ്ങളിലെ കാഴ്ചകളും അവിടുത്തെ കൾച്ചറും ഹിസ്റ്ററിയും എങ്ങനെ ആ രാജ്യത്തേക്ക് പോകാം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു ട്രാവൽ സീരീസ് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു സൗദി അറേബ്യയിലെ എല്ലാ സ്ഥലങ്ങളും ഒന്ന് പോയി കാണണമെന്ന്. അങ്ങനെ നമ്മുടെ പുതിയൊരു യാത്ര തുടങ്ങുകയാണ്. കുറച്ച് നാൾ മുമ്പാണ് നമ്മൾ ഈ ഒരു യാത്ര നടത്തിയിരുന്നത്. ഈ വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു സമയം കിട്ടിയിരുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്നൊരു പുതിയ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ അടുത്ത ട്രാവൽ സീരീസ് അതെ നമ്മൾ KSA ട്രാവൽ സീരീസ് തുടങ്ങിയേക്കാണ്. അപ്പൊ KSA എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തായിരിക്കും. സൗദി അറേബ്യയിലെ എല്ലാ റീജിയനിലും ഒന്ന് കവർ ചെയ്യാന്ന് വിചാരിച്ചു. കുറച്ച് റീജിയൻ നമ്മൾ നേരത്തെ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള റീജിയൻ എല്ലാം കൂടെ കവർ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ട്രാവൽ സീരീസ് ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ സമയം 6:33. നമ്മളിപ്പോ നമ്മുടെ അൽഖർജി കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. സ്വന്തം അൽഖർജി. അതെ നമ്മുടെ അൽഖർജി കൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ അൽഖർജി ടവറൊക്കെ കാണാം. അങ്ങനെ അതേ ഇതാണ് നമ്മുടെ അൽഖർജി. അപ്പൊ ഞങ്ങളെല്ലാരും സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പുതിയ ട്രാവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഞങ്ങളുടെ ട്രിപ്പിന്റെ പേര് KSA ട്രാവൽ സീരീസ് അല്ലേ? ഞങ്ങളപ്പം സൗദി അറേബ്യ മൊത്തം ഒന്ന് കണ്ടിട്ട് വരാന്ന് ഒന്ന് ഞങ്ങൾ പോയി കണ്ടിട്ട് വരാന്ന് വെച്ച്. സൗദിയില് വന്നിട്ട് നമ്മൾ സൗദി മൊത്തം കണ്ടില്ലെങ്കിൽ അതൊരു അല്ലേ? അതപ്പോ ഞങ്ങൾ കരുതി ഞങ്ങൾ സൗദി അറേബ്യ മൊത്തം ഒന്ന് കാണാന്ന് കരുതി വണ്ടിയും കൊണ്ട് ഇറങ്ങിയേക്കാണ് അല്ലേ? ഇപ്പൊ സമയം 6:45. നമുക്ക് മൊത്തം എത്ര കിലോമീറ്റർ ഉണ്ട്? നമുക്ക് മൊത്തം 1150 കിലോമീറ്റർ ഉണ്ടായിരുന്നു. നമ്മള് ഇപ്പം 1104 കിലോമീറ്റർ ബാക്കിയുണ്ട്. അതെ, 6:30 12 മണിക്കൂറാണ് പറയുന്നത്. അൽ-ഉല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ അൽഖർജിന്ന് നേരെ അൽ-ഉല എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നേരെ നമ്മൾ റിയാദ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അൽഖർജി എല്ലാം കഴിഞ്ഞു അല്ലേ? അതെ, അൽഖർജി കഴിഞ്ഞ് നമ്മൾ റിയാദോട്ട് പോകണം. നമ്മൾ പോകുന്ന റിയാദ്, സാമിയ, ഖുറൈദ, ഹെയില്, അങ്ങനെ നമ്മൾ അൽ-ഉല എന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. മൊത്തം 1150 കിലോമീറ്റർ. മൊത്തം സൗദി അറേബ്യ മൊത്തം 13 റീജിയൻ ആണ് വരുന്നത്. ഒന്ന് വരുന്നത് നമ്മുടെ റിയാദ്, പിന്നെ മക്ക, മദീന, പിന്നെ അസീർ റീജിയൻ, നമ്മുടെ അബഹയൊക്കെ വരുന്ന അസീർ റീജിയൻ, പിന്നെ ജിസാനുണ്ട്, പിന്നെ ഹെയിലുണ്ട്, പിന്നെ നമ്മുടെ നോർത്തേൺ ബോർഡർ നമ്മുടെ അബഹ, മറ്റേ തബൂക്ക്, ജിദ്ദ, തൈഫ് എല്ലാം, പിന്നെ അൽജൂഫ് ഉണ്ട്, പിന്നെ ദമാം, ഈ സൈഡ് ദമാം ഉണ്ട്. പിന്നെ 13 റീജിയൻ ആണ് സൗദി അറേബ്യ വരുന്നത്. അപ്പൊ നമ്മൾ ആ 13 റീജിയനിൽ നമുക്ക് 2 റീജിയൻ എന്തായാലും പറ്റില്ല. മക്കയും മദീനയും നമുക്ക് പറ്റത്തില്ല. തബൂക്ക് പോയിട്ടുണ്ട്, ജിദ്ദ പോയിട്ടുണ്ട്, തൈഫ് പോയിട്ടുണ്ട്, നമ്മള് ഹെയിലി പോയിട്ടുണ്ട്, ഖുറൈദ പോയിട്ടുണ്ട്, പിന്നെ കാസിം എന്ന റീജിയൻ ഉണ്ട്, കാസിമിൽ നമ്മൾ പോയിട്ടുണ്ട്, പിന്നെ ദമാം, അൽഖോബാർ, ജുബൈൽ, ഈ സൈഡ് അൽജൂഫ് റീജിയൻ എന്ന് പറയുന്നതാണ്. അതല്ല ആ സൈഡാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം ബാക്കി നമുക്കിപ്പോ സത്യം നമ്മൾ പോവാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ അൽ-ഉല പോയിട്ടില്ല, ജിസാനിൽ നമ്മൾ പോയിട്ടില്ല. പിന്നെ നമ്മളിപ്പം പോകുന്ന സ്ഥലത്ത് വേറൊരു സ്ഥലം ഉണ്ടല്ലോ, ബഹ എന്ന സ്ഥലത്ത് പോകുന്നുണ്ട്. നമ്മൾ ഒരുപാട് എല്ലാ മെയിൻ സ്ഥലങ്ങളും കവർ ചെയ്യുന്നുള്ള ചിന്തയാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. നോക്കാം, പോയെന്ന് പോകുന്നത് കാണാത്ത സ്ഥലങ്ങൾ കാണണമെന്നാണ് നമ്മളിപ്പോ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത്. ഉംലൂജ്, ജിസാൻ, പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു സ്ഥലമുണ്ട്, ഒരു ഐലൻഡ് ഉണ്ട്, ഐലൻഡിലൊന്ന് പോണം. പിന്നെ തിരിച്ചൽക്കത്. അപ്പൊ തന്നെ പിന്നെ നമ്മൾ ദമാം, പിന്നെ നമ്മൾ ഓൾറെഡി റിയാദിലായതുകൊണ്ട് റിയാദ് കവർ ചെയ്തു. പിന്നെ ദമാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ദമാം വന്നിട്ട് നമ്മൾ ദമാമിൽ പോകുന്നുണ്ട്. ദമാം, അൽഖോബാർ, പിന്നെ ജുബൈല്, പിന്നെ അവിടെ ഹാഫ് മൂൺ ബീച്ച്,
സൗദി ബഹ്റിൻ ബ്രിഡ്ജ് അപ്പൊ അതെല്ലാം ഒന്ന് കവർ ചെയ്യണം. നമ്മൾ മൊത്തമായി ഏകദേശം മക്ക മദീന ഒഴിച്ച് നമുക്ക് അവിടെ എല്ലാം നമ്മൾ ഏകദേശം കവർ ചെയ്യും. എല്ലാം കവർ ചെയ്യുന്ന നമ്മൾ വിചാരിക്കും. നമ്മുടെ എത്ര ദിവസത്തെ ട്രിപ്പാണ്? നമ്മുടെ ഏകദേശം 25 ദിവസത്തെ ട്രിപ്പോളം വരുന്നുണ്ട്. 25 ദിവസം എടുക്കും മൊത്തം ഒന്ന് കവർ ചെയ്ത് വരാൻ. അതെ. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ട്രിപ്പ് എടുത്തേക്കുന്നത് അല്ലേ? ഞങ്ങൾ നമ്മള് നാട്ടിൽ പോയ സമയത്ത് എടുത്തിട്ടുണ്ടല്ലോ. അത്രയും വരും. ശരി, 6,000 കിലോമീറ്റർ മേളിൽ വരും. അതെ അതെ. അപ്പൊ നമ്മള് നേരെ പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് പോവാണ്. പെട്രോൾ അടിച്ചടിച്ച് പോകുന്നുണ്ട്. നേരെ നമ്മൾ അങ്ങോട്ട് പോവാണ് പെട്രോൾ അടിക്കാനായിട്ട്. നമ്മുടെ സൗദി അറേബ്യയിലെ ഒരു ചെറിയ ഹിസ്റ്ററി നമുക്കൊന്ന് നോക്കാം അല്ലേ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 1727 സൗദിയിലെ ഫസ്റ്റ് സ്റ്റേറ്റ് രൂപം കൊള്ളുന്നത്. ആ സമയത്ത് അതിന്റെ തലസ്ഥാനം ദിറയ്യയായിരുന്നു. ആ ഒരു സമയത്ത് അറേബ്യൻ പെനിൻസുലയിൽ തന്നെ ഏറ്റവും വലിയ സിറ്റി ആയിരുന്നു ദിറയ്യ അല്ലെ? ആ സമയത്ത് ഭരിച്ചിരുന്ന രാജാവ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ സൗദ് എന്ന രാജാവായിരുന്നു. അതെ അതെ. ആ ഒരു സമയത്ത് ആ രാജാവിന്റെ ഭരണമാണ് സത്യം പറഞ്ഞാൽ ദിറയ്യ എന്ന സ്ഥലത്തെ വളരെയധികം ഉന്നതിയിലെത്തിച്ചത് അല്ലെ? 1824 സൗദിയിലെ സെക്കൻഡ് സ്റ്റേറ്റ് രൂപം കൊള്ളുന്നത്. ആ സമയത്ത് അതിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് റിയാദായിരുന്നു. നമ്മുടെ സ്വന്തം ഈ കാണുന്ന റിയാദായിരുന്നു ആ സമയത്ത് അതിന്റെ തലസ്ഥാനം. അത് ഭരിച്ചിരുന്ന രാജാവ് ഇമാം തുർക്കി അബ്ദുള്ള എന്ന രാജാവായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് 1902 കിങ് അബ്ദുല്ലാസിസ് രാജാവ് വരുന്ന ഭരണം ഏറ്റെടുക്കുന്നതും അദ്ദേഹത്തിന്റെ ആ ഒരു 30 വർഷത്തെ കഠിന പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് കിങ്ഡം ഓഫ് സൗദി അറേബ്യ രൂപം കൊണ്ടത്. ശരിക്കും എന്തൊരു ഹിസ്റ്ററി അല്ലേ? അതെ. നമ്മൾ പോയി കണ്ടിട്ടുണ്ട്. ജീവിതം നയിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അതെ അതെ. ശരിയാണ്. റിയാദിൽ നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണണം. കിങ് അബ്ദുല്ലാസിസ് രാജാവിന്റെ ഒരു മ്യൂസിയം ഉണ്ട്. വളരെ അടിപൊളി. ശരിക്കും ഒരു സാധാരണ ജീവിതം നയിച്ച ഒരു മനുഷ്യൻ അല്ലെ? എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. ആ ഒരു രാജാവിന്റെ ഒരു ഫോട്ടോ അതിന്റെ സെന്ററിൽ ഇരിക്കുന്ന ചേട്ടൻ ഓർക്കുന്നുണ്ടോ? ഭയങ്കര നമുക്ക് ശരിക്കും അതിന്റെ സെന്ററില് ആ രാജാവിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ആ രാജാവ് അവിടെ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. വലിയ കാറുകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. എന്റെ ഒരു കാഴ്ച ഇതില് ശരിയാണെന്ന് അറിയത്തില്ല. അദ്ദേഹമാണ് ഇവിടെ പെട്രോൾ കണ്ടുപിടിച്ചെന്നാണ് എനിക്ക് ആണല്ലേ? അമേരിക്കയായിട്ടൊക്കെ ടൈപ്പ് എല്ലാം ഉണ്ടാക്കിയത്. ആ ശരിക്കും സൗദി അറേബ്യനെ ഇത്രയും നല്ല ലെവലിലേക്ക് കൊണ്ടുവന്നത് കിങ് അബ്ദുൽ അസീസ് രാജാവാണ്. എന്തുമാത്രം ഒരു ഗ്രോത്ത് ആണ് സൗദി അറേബ്യ ഉണ്ടായത് ഭയങ്കരമായിട്ട്. പക്ഷെ ഇപ്പൊ നിലവിലുള്ള സൗദി അറേബ്യയിലെ മാറ്റത്തിന് കാരണം നമ്മുടെ ഇപ്പോഴത്തെ സൽമാൻ രാജാവ് തന്നെ. അദ്ദേഹമാണ് ശരിക്കും വേറൊരു ദുബായി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാല് സാധാരണ സൗദി അറേബ്യ ഡിപ്പെൻഡ് ചെയ്തോണ്ടിരുന്ന പെട്രോളും ഗ്യാസും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് ഒത്തിരി പ്രൊജക്ടുകൾ വന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഇവിടുത്തെ ഫുട്ബോൾ കളിക്കാരെല്ലാം മെയിൻ ഫുട്ബോൾ റൊണാൾഡോ. പക്ഷെ റൊണാൾഡോ വന്നപ്പോ തന്നെ ഇവിടുത്തെ ഫുട്ബോൾ അതായത് ഇവിടുത്തെ സൗദി പ്രീമിയർ ലീഗ് ടോപ്പിലോട്ട് എത്തി. ഒത്തിരി നല്ല പ്ലേയേഴ്സ് ഉണ്ട്. നമുക്കറിയാം, നമുക്ക് പേര് ഒത്തിരി നല്ല പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. ബൂണോ എന്ന് പറഞ്ഞൊരു ഗോളി, അങ്ങനെ ഒത്തിരി വന്നിട്ടുണ്ട്. ഇവിടുത്തെ അൽ നാസർ എന്ന് പറഞ്ഞ ക്ലബിലാണ് റൊണാൾഡോ വന്നത്. അതുപോലെ അൽ ഹിലാലോട്ട് ഒത്തിരി നല്ല നല്ല ആളുകൾ വന്നിട്ടുണ്ട്. എല്ലാരും എടുത്തോണ്ടിരിക്കും നല്ല നല്ല ആളുകൾ. നെയ്മർ വന്നു. അങ്ങനെ എല്ലാ മെയിൻ ക്ലബിലെ ആളുകൾ ഇവിടെ വന്നോണ്ടിരിക്കണം. അപ്പൊ അവിടുത്തെ എല്ലാ ആളുകൾ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഫുട്ബോളിന്റെ എല്ലാം ഇത് കൂടും, ആളുകളുടെ ഇത് കൂടും, അത് ഹൈ ആവും. അങ്ങനെ എല്ലാ രീതിയിലും വളർന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ടൂറിസത്തിനാണ് അവര് മെയിൻ ആയിട്ട്. ടൂറിസം ഏറ്റവും വലിയ ഉദാഹരണമാണ് ബോളിവുഡ് വേൾഡ്. നിങ്ങൾ നമ്മുടെ ബോളിവുഡ് വേൾഡിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. കണ്ടില്ലേ? നിങ്ങൾ തന്നെ കണ്ടില്ലേ? എന്തോരം നോക്കിക്കേ, ഒരു എത്ര രാജ്യമാണ് അവർ എത്ര അടിപൊളിയായിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അല്ലേ? ഞങ്ങൾ അതൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ താല്പര്യമുള്ളവർക്ക് കാണാൻ കേട്ടോ. ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ സൗദി അറേബ്യയിലെ മെയിൻ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും ഞങ്ങളൊരു വലിയൊരു ട്രിപ്പ് എടുത്തേക്കാണ്. നമ്മളത് എങ്ങനെയാവും അറിയില്ല. നമ്മളതിനൊരു KSA ട്രിപ്പ് അല്ലെ, കിങ്ഡം ഓഫ് സൗദി അറേബ്യ മൊത്തത്തിൽ ഞങ്ങളൊന്ന് ട്രാവൽ സീരീസ് ചെയ്യാവുന്നതാണ്. എന്താണെന്നറിയില്ല. നമ്മളേതായാലും വളരെ
സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ. എന്താ പറയുക, സൗദിയിൽ ഈ നമ്മളിപ്പോൾ താമസിക്കാൻ തുടങ്ങി എത്ര വർഷം? 11 വർഷം. ചേട്ടൻ 12 വർഷം, ഞാൻ 11 വർഷം. ഇത്രയും വർഷമായി ഈ രാജ്യത്തിന്റെ ഓരോ വളർച്ചകളും നമ്മൾ കാണുന്നുണ്ട് അല്ലേ. സത്യമായി ഞങ്ങൾ ഒത്തിരി സംഭവങ്ങൾ ഈ സൗദി അറേബ്യ വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് നമ്മളങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഈ സൗദി വരുന്നതിന് മുമ്പൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഈ സൗദിയിൽ വന്നതിന് ശേഷം നമുക്ക് ഒത്തിരി മാറ്റങ്ങളും ഞങ്ങൾക്ക് ഒത്തിരി സംഭവങ്ങളൊക്കെ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു അല്ലേ. നമ്മൾ ഈ ട്രാവൽ ഇത്രയും ഞങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് ആയത് തന്നെ ഈ സൗദി വന്നുകൊണ്ടാണ് അല്ലേ. നമ്മൾ ആദ്യമായിട്ടുള്ള നമ്മുടെ ദമാം യാത്രകള്, ഞങ്ങൾ ഒത്തിരി ലോങ് ഡ്രൈവുകൾ എടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ എടുത്തെടുത്താണ് ഞങ്ങളുടെ ആ സ്കില്ല് തന്നെ. നമ്മൾ ആദ്യമൊക്കെ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്നൊന്നും നമ്മൾ കരുതിയിരുന്നതല്ല അല്ലേ. നമ്മുടെ ആ ഇതെല്ലാം നമ്മളെ ലൈഫ് മൊത്തത്തിൽ മാറ്റിമറിച്ചത് നമ്മുടെ സ്വന്തം ഈ സൗദി അറേബ്യയാണ്. അതിനോടുള്ള ഒരു സ്നേഹമായിട്ട് തന്നെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തന്നെ ക്രിയേറ്റ് ചെയ്തത് അല്ലേ. ഇങ്ങനെ യൂട്യൂബിൽ കിടക്കും നമ്മുടെ ഓർമ്മകൾ അല്ലേ. നമ്മുടെ യാത്ര ചെയ്ത സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലെ ഈ സ്ഥലത്തിൽ കൂടെയൊക്കെ യാത്ര ചെയ്തു എന്ന് നമുക്ക് ഭാവിയിൽ കുറെ വയസ്സായി കഴിയുമ്പോൾ നമ്മൾ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഓർക്കണ്ടേ. നമ്മൾ ഇനിയിപ്പോ കുറെ വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ സൗദി കാണത്തില്ല അല്ലെ. പറയാൻ പറ്റത്തില്ല എങ്ങനെയായിരിക്കും. അതെ എങ്ങനെയായിരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ നാട്ടിൽ പോവും, അല്ലെങ്കിൽ എന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഭാവി എന്താന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ പോയ യാത്രകളും നമ്മുടെ കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ട് അല്ലേ. ഭാവിയിൽ നമ്മൾ ഇപ്പോഴും നമുക്ക് ആ ജോർജിയയിൽ പോയതും ദുബായിൽ പോയതും ഒക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇടയ്ക്ക് ഞങ്ങളുടെ വീഡിയോ തന്നെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ശരിക്കും ഫീൽ ചേട്ടാ ഈയിടെ ഒരു ദിവസം പറഞ്ഞായിരുന്നു അല്ലേ, ആ ഒരു ഫീലിംഗ് ഭയങ്കരമായിട്ട് കിട്ടി. കാരണം അതേപോലെ ആ വീഡിയോസ് ആ സ്ഥലത്ത് എന്താണോ കാണുന്നത് അതേപോലെ ഞാൻ വീഡിയോയിൽ പകർത്താൻ മാക്സിമം ചോട്ട ശരിക്കും ഒരു നല്ല കൂടെ ഒരു നല്ല അടിപൊളി ട്രാവൽ ഗൈഡായിരുന്നു അദ്ദേഹം. ഭയങ്കര കിടിലായിരുന്നു പുള്ളിക്കാരനാണ്. ഞങ്ങളെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി നിങ്ങൾ ഇത് കാണുക അത് കാണുക ഇത് വീഡിയോ പിടിക്കുക എന്നൊക്കെ പറയായിരുന്നു. സാധാരണ ആൾക്കാർക്കാണ് മടിയ. അതെ ചോട്ടാ ഞങ്ങള് ശരിക്കും മിസ് ചെയ്യും. പുള്ളിയാണ് നമ്മുടെ അപ്പച്ചനെ പരിചയപ്പെടുത്തി തന്നെ അല്ലേ. പൊന്നോ ഞാനാണെങ്കിൽ ആ ഫോണും പിടിച്ച് ആ വീഡിയോ പിടിച്ച് ഫോൺ തണുപ്പോ ഞങ്ങള് തണുപ്പ് ഏത് പിടിക്കുമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. അപ്പച്ചൻ ഒരു ഡയലോഗ് അടിച്ചു, ഒന്നും പേടിക്കണ്ട. പുള്ളി പറഞ്ഞ ഭാഷ നമുക്ക് മനസ്സിലാവും, നമ്മൾ പറഞ്ഞ ഭാഷ പുള്ളിക്ക് മനസ്സിലാവുമായിരുന്നു. എന്തായാലും ഞങ്ങള് ഭയങ്കര രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അവിടെ. ആ പാവടിച്ച മനുഷ്യൻ എന്നിട്ട് അതുവഴിയെല്ലാം കൊണ്ടുപോയി ലാസ്റ്റ് ആ വെള്ളത്തിലോട്ട് ഇറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചു, എനിക്ക് ഇറങ്ങണോ ചോദിച്ചു. ജീവനിൽ കൊതിയുള്ളതോട് നമ്മള് പറഞ്ഞു കേട്ടാന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ ഇപ്പൊ നമ്മൾ റിയാദിൽ കൂടെ യാത്ര ചെയ്തോണ്ടിരിക്കണം. അങ്ങനെ എന്റെ ശ്രീധരൻ ഇങ്ങനെ റിയാദിൽ കൂടെ ചീറി പാറി അതെ. എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു യാത്രയൊക്കെ ചെയ്യാൻ പറ്റിയ ദൈവത്തിന് നന്ദി പറയണം അല്ലേ. നമ്മളെ കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ ലൈഫിൽ അല്ലേ. ഇതൊരു ഹോസ്പിറ്റൽ കേട്ടോ, ഹയാത്ത് നാഷണൽ ഹോസ്പിറ്റൽ. നമ്മൾ ഒരു വഴി മാറിപ്പോയാ ഒരു എക്സിറ്റ് മാറിപ്പോയാ വേറെ സ്ഥലത്തോട്ട് പോയി നല്ല ബ്ലോക്കിലോട്ട് കയറുകയാണ്. ചെറിയൊരു മോഡലുണ്ടോ അല്ലേ പൊടിക്കാനകത്ത്.
140 വരെയൊക്കെ പോവാം ഒഫീഷ്യലായിട്ട്. സമയം 8:45. ഇനിയിപ്പോൾ നമ്മൾ ഒരു 10 മണിക്കൂർ ഇനി നമുക്കുണ്ട് അല്ലേ? 10 മണിക്കൂർ എടുത്തുണ്ട്. ഇനി 277 കിലോമീറ്റർ ഒറ്റ റോഡാണ്, മരുഭൂമി റോഡാണ്. അത് കഴിയുമ്പോഴാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ വരും. സമയം 8:50 നമ്മൾ ഇറങ്ങിയിട്ട് 2.25 മണിക്കൂറായി. നമ്മൾ ചെറുതായിട്ട് വണ്ടിക്കകത്തൊക്കെ ഇരുന്ന് ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. രാജി ബർഗറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാകുന്നത് അത് കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് കോഫിയൊക്കെ കുടിച്ചു. അപ്പൊ അങ്ങനെ ഒരു അരമണിക്കൂർ പോയല്ലേ? അതെ, നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ എന്നാലും വണ്ടി ഓടിച്ചോണ്ട് തന്നെ 180 കിലോമീറ്റർ ആയി. 170 കിലോമീറ്റർ ആയി. 2.25 മണിക്കൂറുണ്ട്. ഇവിടെ എത്ര സ്പീഡ് ലിമിറ്റ്? സ്പീഡ് ലിമിറ്റ് കൂടി 140. ഇത്രയും ബ്ലോക്ക് ഒക്കെ ആയിരുന്നു. ഇപ്പം ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് മരുഭൂമി കയറി. അപ്പൊ 140 കിലോമീറ്റർ സ്പീഡ് ഇവിടുത്തെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു മെയിൻ സിറ്റി എന്ന് പറയുന്നത് കാസിമാണ്. അത് ഇവിടുത്തെ അടുത്ത ഹൈവേയാണ്. അപ്പൊ നമ്മള് അടുത്ത റീജിയനിലോട്ട് കയറാൻ പോവാണ്. കാസിം ആദ്യമേ തുടങ്ങാൻ പോവാ. കാസിം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൈല്, അത് കഴിഞ്ഞ് അൽജൂസ്. നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ ഈ 3 റീജിയൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അല്ലൂലയൊക്കെ വന്നിട്ട് എനിക്ക് തോന്നുന്നത് നോർത്തേൺ ബോർഡർ റീജിയൻ ആണ്. തർബൂക്കിന്റെ ഒക്കെ കൂടെ വരുന്ന സംഭവമാണ് വരുന്നത് തോന്നുന്നത്. അത് മദീനയിലാണെന്ന് എനിക്ക് അറിയത്തില്ല. ആ 2 സ്ഥലത്ത് അത് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ പോകുന്ന ഫസ്റ്റ് റീജിയൻ റിയാദ് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മള് കാസിമിലോട്ട് പോവാണ്. റിയാദ് കാസിം ഹൈവേ ആണ്. അതെ, 140 കിലോമീറ്റർ ആണ് സ്പീഡ്. അതെ, സോളാർ പാനൽ വെച്ചേക്കുന്നു കറണ്ടിന് വേണ്ടിട്ട്. അപ്പൊ അമ്പിന് വേണ്ടിട്ടായിരിക്കും. കാണുന്നത് അൽകാസിമിലെ ഉപ്പ് പാടങ്ങളാണ്. പുരാതന കാലം മുതൽ തന്നെ ഇവിടെ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ്. ഇവിടുത്തെ മരുഭൂമിയിലെ ഉപ്പ് തടാകങ്ങളിലും പാറകളിലുമാണ് ഉപ്പ് രൂപപ്പെടുന്നത്. കാസിമിലെ ഉപ്പ് ശുദ്ധമായ ഉപ്പെന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ അൽകസിം എന്ന സ്ഥലത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര മണിക്കൂറായി കേട്ടോ നമ്മളിപ്പോ? സമയം 10:30. അതെ, ഇപ്പൊ നമ്മൾ അൽകാസിം എന്ന സ്ഥലത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇങ്ങോട്ട് ഇത്ര നേരം നമ്മളൊരു മരുഭൂമി കൂടെയുള്ള ഒരു യാത്രയായിരുന്നു. അതുണ്ട്. അതായിരിക്കും. ഒരു സ്ഥലത്തോട്ട് കയറുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു ചെറിയ പാർക്കും കുറച്ച് എൻട്രൻസിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ആദ്യം കാണിക്കും. എന്നിട്ടാണ് നമ്മൾ കയറുന്നത്. നമ്മൾ അൽകാസിം എന്ന സ്ഥലത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബുറൈദ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് ബുറൈദ എന്നാണ്. അപ്പൊ നമ്മള് ബുറൈദയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മള് റിയാദ്, കാസിം, ബുറൈദ ആ ഒരു റൂട്ടാണ് ഇപ്പൊ എടുത്തേക്കുന്നത്. അടുത്തത് ഹൈല്. അപ്പൊ നമ്മളിപ്പോ നേരെ റിയാദിൽ നിന്നും അലുല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. പത്ത് 11 മണിയാവുന്നു. ഏകദേശം ഒരു 4 മണിക്കൂറായിട്ടുണ്ട് നമ്മൾ ഇറങ്ങി. ആ അതെ, ഇതെല്ലാം ബുറൈദയുടെ ഭാഗങ്ങളാണ്. നമ്മളിപ്പം ബുറൈദ ഹൈവേ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും പെട്രോൾ അടിക്കാൻ കയറിയേക്കാണ്.
പൊക്കോണ്ടിരിക്കുകയാണ്. മൊത്തം കണ്ടോ, നമ്മൾ നേരത്തെ ഇതുവഴി വന്നിട്ടുണ്ട് അല്ലേ? തബൂക്കി പോയപ്പോഴും ജോർദാനി പോയതും ഒക്കെ ഈ ഒരു വഴിയായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും ഹേലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്പീഡ് ലിമിറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് നന്ദി ശ്രീധർ ഇവിടെ പറപ്പിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്പീഡിൽ ഇവിടെ ഓടിക്കാമെന്നാണെന്ന് തോന്നുന്നു ലക്ഷണം കണ്ടിട്ട്. ഒന്നുമില്ല, നമുക്ക് ഈ റോഡിലൊന്നും ഒരു കടകളോ ഒരു മനുഷ്യന്മാരെ പോലും കാണാൻ പറ്റാത്ത റോഡിൽ കൂടെയാണ്, വണ്ടി പോലും ഇല്ലെന്നുള്ളത്. ഇതുപോലത്തെ സ്ഥലത്തൂടെയൊക്കെ രാത്രി വന്നാലത്തെ അവസ്ഥ നിങ്ങൾക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങള് അത് മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ ഇറങ്ങി. ഞങ്ങള് ശരിയാ, ഇതുവഴി രാത്രി ഒരു വർഷം പോയതായില്ലേ? ജോർദാനി പോയ സമയത്ത് ഇതുപോലെ നമ്മൾ ഇരുട്ടത്ത് ഇതുവഴി പോയതാണ്. അന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് ശരിയാ, നീണ്ട 21 മണിക്കൂറുള്ള ഒരു യാത്രയായിരുന്നു അല്ലേ? നമ്മളിപ്പോ 3ാമത്തെ തവണയല്ലേ പെട്രോൾ അടിക്കുന്നത്. നമ്മൾ വീണ്ടും പെട്രോൾ അടിക്കാൻ കയറിയിരിക്കുകയാണ്. ചുഴലിക്കാറ്റാണ്, ചുഴലിക്കാറ്റ്. അങ്ങനെ ഏകദേശം 1:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഹേലിയിൽ വണ്ടി ഒന്ന് നിർത്തി അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുകയാണ്. ബ്രോസ്റ്ററാണ് കഴിച്ചത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിക്കുകയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുവാണ്. 2:45 നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുവാണ് അല്ലേ? നമ്മൾ 1.5 മണിക്കൂർ ഇവിടെ നമ്മൾ സമയമെടുത്തു. അതെ, നമുക്ക് ഇനി ഏകദേശം 400 കിലോമീറ്റർ ഉണ്ട്. 4.5 മണിക്കൂറാണ് കാണിക്കുന്നത്. ഈ കാണുന്നതെല്ലാം ഹേലിന്റെ ഭാഗങ്ങളാണ്. ബാക്കിലെല്ലാം നമുക്ക് പാറയുടെ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. 7:13 ആകുമ്പോഴത്തേക്ക് എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. അല്ലുവില എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ ഇനിയും 4 മണിക്കൂർ യാത്രയുണ്ട്. 400 കിലോമീറ്ററോളം ഉണ്ട്. സ്പീഡ് ലിമിറ്റ് കുറവാണ്. നേരത്തെ ഒരു പ്രാവശ്യം നമ്മൾ വന്നിട്ടുണ്ട്. അത് നേരെ തബൂക്കിൽ പോയപ്പോഴാണ് ഈ റൂട്ട് വന്നത്. ഇനിയിപ്പോൾ നമ്മളതിൻ്റെ അത് ലെഫ്റ്റ് ആണെങ്കിൽ ഇതിപ്പോൾ റൈറ്റ്, ഇനിയിപ്പോൾ നമ്മൾ ലെഫ്റ്റ് പോകും നമ്മുടെ അല്ലുല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ അല്ലുല എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തവും പാറയും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണെങ്കിൽ എലിഫന്റ് റോക്ക് ഉണ്ട്. ഓരോ റീജിയനിലും ഓരോ പ്രത്യേകതയാണ് സൗദി അറേബ്യയിൽ. റിയാദിൽ കൂടെയാണ് നമ്മൾ വന്നത്. നമ്മൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അല്ലേ? റിയാദ് മൊത്തം സിറ്റി വ്യൂ ആയിരുന്നു, വേറൊരു രീതിയായിരുന്നു. പിന്നെ ബുറൈദ എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറൊരു രീതിയായിരുന്നു. ഇപ്പൊ ഇത് കണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് മുഴുവനും പാറയുടെ ഒരു ഏരിയ.
ഇത്ര നേരം നല്ല അടിപൊളി റോഡിൽ കൂടെ ഒക്കെ വന്നു. ഇപ്പം സിംഗിൾ ലൈൻ ആയി. ഇനിയിപ്പം 100 കിലോമീറ്റർ സ്പീഡ്. തബൂക്ക് നമ്മളന്ന് പോയപ്പം 175 കിലോമീറ്റർ സിംഗിൾ ലൈനാണ് അല്ലേ? രാത്രിയിലാണ് പോയത്. ഇത് പാറക്കിടയിലൂടെയൊക്കെയുള്ള റോഡാണ്. അതെ, നമ്മളന്ന് പോയപ്പോ അങ്ങോട്ട് പോയപ്പോ കണ്ടില്ല, തിരിച്ചു വന്നപ്പോഴാണ് നമ്മൾ എതിരാണ് പോയത്. അന്ന് നമ്മൾ രാത്രി വന്ന റോഡ് നമുക്കൊന്നും മനസ്സിലായില്ല. അത് തിരിച്ചു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത്രയും പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ കൂടെ നമ്മൾ വന്നത്. അതിനകത്ത് തന്നെ നമ്മളിപ്പോ ഇതുണ്ട് ചുറ്റുമേ റോഡിന് ചുറ്റും നോക്കിയേ, ഫുള്ള് പാറയാല് ചുറ്റപ്പെട്ട് കിടക്കുക ഈ സ്ഥലം. പാറ കൂട്ടത്തിനകത്തോട്ട് കയറുകയാണ്. ശരിക്കും എന്തുമല്ലേ, എന്തോരം വ്യത്യാസമല്ലേ. ഭയങ്കര പാറക്കൂട്ടങ്ങളാണ് ഇനി നമുക്ക് കാണാൻ പറ്റുന്നത്. 2 സൈഡിലും വലിയ വലിയ പാറകള്. നമുക്ക് അടുത്തിങ്ങനെ പാറ കാണാൻ പറ്റുമല്ലേ. ഈ എന്നൊക്കെ നമ്മൾ അന്ന് കണ്ട പാറയൊന്നും എന്തല്ലേ. ആ പാറയുടെ ആ ഒരു കടല നോക്കി ഈ നമ്മളങ്ങോട്ട് പാറക്കൂട്ടങ്ങളുടെ ഇടയ്ക്ക് കൂടി അങ്ങോട്ട് ചീറി പായിക്കണം. ഇവിടെ എത്ര സ്പീഡ്? നമ്മളൊത്തിരി സ്പീഡൊക്കെ കുറച്ചു. നമുക്ക് ഈ പാറയൊക്കെ കണ്ടൊന്ന് പോകാമല്ലോ. പിന്നെ പൊക്കത്തോ നോക്കി, ഇതുണ്ട് എന്ത് പൊക്കോ നോക്കി. പ്രത്യേക ഒരു ഷേപ്പാട്ടോ അല്ല. പുതിയൊരു സ്ഥലത്തേക്ക് വന്നിറങ്ങിയേക്കാണ്. അങ്ങനെ പാറയുടെ എല്ലാം കഴിഞ്ഞു. നമ്മൾ ഇനിയിപ്പോ വേറൊരു സ്ഥലത്തോട്ട് കയറിയേക്കാണ്. ഷാമിലി. ഒരു സംഭവം ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള റോഡാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. നോക്കി, ഇന്നത്തെ ഒരു ബിൽഡിങ്ങോ എന്തെങ്കിലും ഉണ്ടോ നോക്കി. മനുഷ്യനില്ല, വണ്ടിയില്ല, ഒന്നുമില്ല. കുറച്ച് ഒട്ടകങ്ങൾ കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നു, അതിനെയും കാണാനില്ല. ഒരു വണ്ടി വന്നേ. അപ്പം നമ്മള് ഡ്രൈവ് തുടങ്ങിയിട്ട് ഏകദേശം 10 മണിക്കൂറായി. 4:30 നമ്മൾ 6:30 സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മളിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയിട്ട് കടയിൽ നിർത്തി നമ്മളൊരു അരമണിക്കൂർ നിർത്തിയായിരുന്നു. നമ്മള് ഹൈലില് ഒരു 1.5 മണിക്കൂർ നമ്മൾ ബ്രേക്ക് എടുത്തായിരുന്നു. ഇനി നമുക്ക് മൊത്തം 2.5 മണിക്കൂറും 226 കിലോമീറ്ററും 7 മണിയാകുമ്പോൾ എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. എന്തായാലും ഇത്രയും നേരം വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് കേട്ടോ? വണ്ടി കുഴപ്പമില്ല, വണ്ടി റോഡ് കാലിയാണ്. റോഡ് നോക്കിക്കേ, ഒരു മനുഷ്യനില്ല, നമ്മൾ മാത്രം ഉണ്ട് കേട്ടോ. ഒരു വണ്ടിയില്ല, ഒന്നുമില്ല, ഒരു റോഡില് ഞങ്ങൾ മാത്രം. ഞങ്ങൾ വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്ത്. ഇപ്പൊ ഒരു വണ്ടി വരുന്നുണ്ട്, അതിന് സൗണ്ട് നോക്കി വെക്കാവേ. ഇതാണ് നമ്മളുടെ നിർത്തിയ സ്ഥലം കേട്ടോ. ഈ ഒരു പാറയുടെ ഷേപ്പൊക്കെ നോക്കി, എന്തല്ലേ നോക്കി. അതിന്റെ ഇടയ്ക്ക് അതിന്റെ നടുക്കൊരു ഗ്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ നിന്ന് ഇങ്ങനെ സൂര്യപ്രകാശം വരുന്നത് കാണാൻ നല്ല രസമുണ്ട് അല്ലേ. ഒരു പ്രത്യേക സിനിമ സ്റ്റൈല്, എന്താ പറയാ, അങ്ങനത്തെ ഒരു ലൊക്കേഷൻ പോലെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും കൊത്തുവർക്കുകളൊക്കെ ചെയ്ത അമ്പലം പോലെ ഒക്കെ തോന്നുന്നുണ്ട്. എലിഫന്റ് റോക്ക് എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ, ഇതിന്റെ 2 ഇരട്ടി വലിപ്പം ഉണ്ടെന്നാ പറഞ്ഞു. കല്ലാണോ എന്താ സംഭവം ഇത് കണ്ടോ? ഒരു പ്രത്യേക കല്ലുകൾ. ഇത് ശരിക്കും ഇല്ലേ കല്ലാണ്. അതിനകത്തെ മണ്ണൊക്കെ ഒലിച്ചു പോയിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള കല്ല്. അതെ,
വലിപ്പോ നോക്കിക്കത്. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. ഒരു അടിപൊളി ലൊക്കേഷനായിരുന്നു. ഭയങ്കര വ്യത്യസ്തമായ പാറകളാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. ഇവിടെ നമുക്കൊരു അടിപൊളി സൺസെറ്റ് വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഭയങ്കര വിജനമായ ഒരു സ്ഥലത്തൂടെ പോകുന്ന പോലെയാണ് തോന്നുന്നത്. ആ ഒരു പാറയ്ക്കൊക്കെ വേറെ ഒരു തരം കളറൊക്കെയാണ്. നമ്മൾ സാധാരണ കാണുന്ന പാറയൊക്കെ പോലെ അല്ല തോന്നിയത്. ഭയങ്കര ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലം പോലെയാണ് നമുക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഈ പാറയുടെ മുകളിലൊക്കെ കണ്ടോ, ശരിക്കും മൃഗങ്ങളൊക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. കണ്ടോ, അതിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റി. ആ ഒരു പാറയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുള്ള പോലെ നമുക്ക് തോന്നി. നമ്മൾ ആ ഒരു വഴി കൂടെ പോകുമ്പം നമുക്ക് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. നമ്മൾ മാത്രമുള്ള ഈ റോഡിൽ പാറയ്ക്കൊക്കെ കണ്ടോ ഒരു ചെതലിരിച്ച പോലത്തെ ഒരു സംഭവം. അതായത് വെള്ളത്തിനടിയിൽ കിടന്ന സ്ഥലമായിരിക്കും ഇതൊക്കെ പണ്ട്. മണിക്കൂറായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ തൊട്ട് അത് കണ്ടോ, ഒരാളുടെ മുഖം പോലെ ഇരിക്കുന്നുണ്ട്, ഒരു ഫേസ് പോലെ ഇരിക്കുന്നുണ്ട്. ഒരു മനുഷ്യനില്ല ഈ റോഡിൽ. നമ്മളാണ് സാധാരണ പറപ്പിച്ചിറക്കുന്ന ആൾക്കാർ. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഭയങ്കര സ്ലോ ആയിട്ട് ഇതൊക്കെ എൻജോയ് ചെയ്യണം. പക്ഷെ എല്ലാവരും പറക്കുവാണ്. നല്ല ഡേഞ്ചർ സ്ഥലമില്ലാണോ അറിയില്ല. എല്ലാവരും ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അയ്യോ, രാത്രി ഭീകരതയോ. ശരിക്കും എന്തോ മണ്ണിനടിയിലായിരുന്ന സ്ഥലങ്ങളായിരിക്കും പണ്ട് കാലത്ത്. അല്ലെങ്കിൽ ഇങ്ങനെ കല്ലുകൾ ഇരിക്കുന്നു. ഈ ഓരോ ഹോള് ചെതല് പിടിച്ചൊരു പാറയ്ക്ക് ചെതല് പിടിച്ച പോലത്തെ ഒരു ലുക്കാണ്. ഞങ്ങളിങ്ങനെ ആ ഒരു സ്ഥലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ സ്ഥലത്തൂടെ യാത്ര ചെയ്തപ്പോഴത്തേക്കും സൗദിയിലെ ഇങ്ങനൊരു സ്ഥലവും സൗദിയിലുണ്ടോ എന്നൊക്കെ ഞങ്ങളിരുന്ന് ചിന്തിക്കുകയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം നമ്മൾക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സൗദിയിലാണോ നമ്മൾ എന്നൊരു ചിന്ത നമുക്ക് തോന്നിയായിരുന്നു. ആ ഒരു പാറകൾക്കൊക്കെ ഒരു പ്രത്യേക ഷേപ്പും നമുക്ക് ആ സ്ഥലത്തിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. നമ്മളിങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നീടാണ് ഇതിൻ്റെ കുറേ ഹിസ്റ്ററികളൊക്കെ നമുക്ക് മനസ്സിലായതും ഹെഗ്ര എന്ന സ്ഥലത്തെക്കുറിച്ചും ഒക്കെ. അതൊക്കെ നമ്മുടെ വരും വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അല്ലുല. സൗദി അറേബ്യയിലെ അങ്ങനെ അധികം ആരും ഈ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പം ആളുകൾ അല്ലുല കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി ടൂർ പാക്കേജുകളും ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ശരിക്കും അല്ലുല കാണാനായിട്ട് ഇപ്പോൾ ഒത്തിരി ആളുകൾ നാട്ടിൽ നിന്ന് തന്നെ വരുന്നതായിട്ട് നമ്മൾ 1-2 വീഡിയോസൊക്കെ കണ്ടിരുന്നു. ഇതിന് ഒത്തിരി ഹിസ്റ്ററിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഈ ഒരു പാറകളൊക്കെ തന്നെയാണ് നമുക്ക് ശരിക്കും ആ ഒരു ഫീലിംഗ് തരുന്നത്, അല്ലേ? 13 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. ഇടയ്ക്ക് നമ്മൾ 3 സ്ഥലത്ത് നിർത്തിയിരുന്നു ഫുഡ് കഴിക്കാനും റെസ്റ്റ് എടുക്കാനും വേണ്ടിയിട്ട്. അൽഖർജിൽ നിന്നും അല്ലുലയിലേക്ക് പോകുന്ന യാത്രയുടെ കാഴ്ചകളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഏകദേശം ഒരു 7:30 ആയപ്പോഴത്തേക്കും ഹോട്ടലിലെത്തി. അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. അതുപോലെ തന്നെ അവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ റിസപ്ഷൻ ഏരിയയിലെത്തി. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എലിഫന്റ് റോക്കിൻ്റെ ഒരു സുവനീറാണ്. ധാരാളം സുവനീറുകളൊക്കെ ഉണ്ടായിരുന്നു. അല്ലുല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരുന്ന എലിഫന്റ് റോക്കാണ്. അങ്ങനെ നമ്മൾ റൂമിലേക്ക് കയറുകയാണ്. അത്യാവശ്യം നല്ലൊരു റൂമായിരുന്നു. 10 ബെഡ്റൂമായിരുന്നു. എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു റൂമായിരുന്നു. ഇനിയും വരും വീഡിയോകളിലെല്ലാം അല്ലുലയുടെ കാഴ്ചകളായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.